ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 12. അക്കാലത്ത് ഒരു നിയമജ്ഞൻ വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിനും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പന ഒന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അവിടുന്ന് ഏകനാണെന്നും അവിടുന്ന് അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെക്കാൾ മഹനീയമാണെന്ന് അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ കൽപ്പനയുടെ ആത്മീയത ധ്യാനിക്കാം. സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് നൽകിയ ഏറ്റവും മഹത്വപൂർണമായ കൃപയാണ് 10 കൽപ്പനകൾ. സീനായ് മലമുകളിൽ വെച്ച് ദൈവം മോസസ് വഴി ഈ കൽപ്പന നൽകുമ്പോൾ ഭൂമി ഉള്ളിടത്തോളം കാലം മനുഷ്യർ ജീവിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് ഈ കൽപ്പനയിലൂടെ പ്രപഞ്ചത്തെ പഠിപ്പിച്ചു. എന്നാൽ ആ കൽപ്പനയുടെ പൂർണ്ണത നമുക്ക് നൽകുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? യഹൂദർക്ക് 613 കൽപ്പനകൾ ഉണ്ടായിരുന്നത്രേ. നോക്കൂ, ദൈവം നൽകിയ 10 കൽപ്പനകളെ വ്യാഖ്യാനിച്ച് അവർ ഇത്രയേറെ കൽപ്പനകളാക്കി മാറ്റി. അതെല്ലാം പ്രാവർത്തികമാക്കി ജീവിക്കുക മനുഷ്യ സഹജമല്ലായിരുന്നു. ആ ഒരർത്ഥത്തിൽ നിയമം അറിയുന്ന, കൽപ്പന അറിയുന്ന, വചനമറിയുന്ന നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്നു, ഈ കൽപ്പനകളിൽ, ഈ 613 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? അത് തികച്ചും യുക്തിപരമുള്ള ഒരു ചോദ്യമാണ്, ന്യായമായ ഒരു ചോദ്യമാണ്. ഏത് കൽപ്പന പാലിച്ചാലാണ് ഒരു മനുഷ്യന് നിത്യസ്വർഗം സ്വന്തമാക്കാൻ സാധ്യമാവുക? യേശു അതിന് വ്യക്തമായ മറുപടി നൽകുന്നു. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക. അത് പരിപൂർണമാകണം, സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ടാകണം, പൂർണ്ണ മനസ്സോടുകൂടി ആകണം. ആ പ്രമാണത്തിൽ സമസ്തവും അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ കൽപ്പന ഏറ്റവും ലളിതമായി യേശു പറയുന്നു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ കൽപ്പനകളെക്കാൾ ഉപരി മറ്റൊരു പ്രമാണവുമില്ല. അതായത് നീ 613 പ്രമാണങ്ങളെ മറന്നുകൊള്ളുക. ഈ 2 കൽപ്പനകളെ മാത്രം ഓർക്കുക. ആ കൽപ്പനയ്ക്ക് അനുസൃതമായി ജീവിക്കുക. നിത്യസ്വർഗം നിനക്ക് ഉറപ്പാണ്. നോക്കൂ, എത്ര ലാളിത്യത്തോടും ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെയാണ് ക്രിസ്തു നിത്യജീവന്റെ കവാടം മനുഷ്യർക്ക് തുറന്നു നൽകുന്നത്. നീ അത്ര കണ്ട് ബന്ധപ്പെടേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല, കൽപ്പനകൾ പാലിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി നീ നൊമ്പരപ്പെടേണ്ടതില്ല. നീ കൽപ്പനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നതിലും സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലും മാത്രമായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എല്ലാ കൽപ്പനകളും പാലിക്കുന്നവരായി മാറും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടുകൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തോടുള്ള കടപ്പാട് പൂർണ്ണമായി നിറവേറ്റപ്പെടുകയാണ്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ, പരസ്പരം നന്മ ചെയ്യുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ,
ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം മനുഷ്യന് വേണ്ടി നാം ചെയ്യപ്പെടുന്നു. ഇപ്രകാരമാകുമ്പോൾ എല്ലാ കൽപ്പനകളും പാലിച്ചവരായിത്തീരുന്നു. അഥവാ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും പൂർണ്ണമാകുന്നു. അവിടെ ആ പൂർണ്ണതയിൽ എല്ലാ കൽപ്പനയുടെയും പരിപൂർണതയുണ്ട്. ദൈവത്തിൻ്റെ സ്വർഗീയമായ കൃപയും ഇടവുമുണ്ട്. അപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി നിത്യജീവന് അർഹതപ്പെട്ട വ്യക്തിയാണെന്ന് ക്രിസ്തു സുവിശേഷം വഴി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വലിയൊരു രക്ഷയുടെ അനുഗ്രഹവും വീണ്ടെടുപ്പുമാണിത്. ആ യുവാവ് കൃത്യമായി യേശുവിനോട് മറുപടി പറയുമ്പോൾ യേശു പറയുന്നത്, നീ സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെ അല്ല എന്നാണ്. ആ വചനത്തെ നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കണം. ഞാൻ വചനം അറിഞ്ഞതുകൊണ്ട്, കൽപ്പന അറിയാമെന്നുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ സ്വർഗരാജ്യത്തിനുള്ളിൽ പ്രവേശിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞില്ല. മറിച്ച് അകലെയല്ല, നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. അറിവ് നമ്മെ സ്വർഗരാജ്യത്തിന് അടുക്കലെത്തിക്കും. ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നാം അറിഞ്ഞ ദൈവപ്രമാണമനുസരിച്ച് ജീവിക്കുകയും ആ ജീവിതം സാക്ഷിയായി മാറുകയും ചെയ്യുമ്പോഴാണ് സ്വർഗരാജ്യത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനം ലഭ്യമാവുക. നാം അറിവിന്റെ ബലത്തിൽ മാത്രം ജീവിച്ച് സ്വർഗരാജ്യത്തിന് പുറത്തു നിൽക്കേണ്ടവരല്ല. മറിച്ച് നാം ലഭിച്ച കൃപാവരങ്ങൾക്ക് അനുസൃതമായി, സ്വർഗം നൽകിയ ദാനങ്ങൾക്ക് അനുസൃതമായി ജീവിതം കൊണ്ട് സ്വർഗരാജ്യത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടവരാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ കുറച്ചുകൂടി ഗൗരവത്തോടെ സ്വീകരിക്കാം. അനുദിനം കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കുന്നവരാകാം. ഈ ആധുനിക ലോകത്തിൽ തിന്മയുടെയും പാപത്തിന്റെയും ബന്ധനങ്ങളിൽ പെട്ടുപോകാതെ സ്വർഗം ലക്ഷ്യമാക്കി സഹോദര സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ജീവിച്ചുകൊണ്ട് നിത്യ ജീവന്റെ കവാടം കടക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തരും ലഭ്യമാകുവാൻ കൃപയോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ